ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ അജ്രക് പ്രിൻ്റുള്ള ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് അംബ്രല ടൈപ്പ് ഒരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. 3 മീറ്ററാണ് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ഈ ഒരു കുർത്തിയുടെ അടിവശത്ത് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അജ്രക്കിൻ്റെ തന്നെ വേറെ 2 കളറിലുള്ള മെറ്റീരിയലും കൂടി എടുത്തിട്ടുണ്ട്. കുർത്തിയുടെ അടിവശത്തും സ്ലീവ്സിൻ്റെ അടിവശത്തുമായിട്ട് ഈ 2 പീസും വെച്ചിട്ട് ഒരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കുർത്തിയിൽ സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു തുണി രണ്ടായിട്ട് ഇതേപോലെ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു രണ്ടായിട്ട് മടക്കിയിട്ട തുണി ഒന്നും കൂടി ഇതേപോലെ ക്രോസ് ആയിട്ട് മടക്കിയിട്ട് കൊടുക്കാം. ഇതേപോലെ കോൺ ഷേപ്പിലാണ് ഈ ഒരു തുണി ഞാൻ മടക്കിയിട്ടിരിക്കുന്നത്. ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് നമുക്ക് ആദ്യം മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കോൺ ഭാഗത്ത് നിന്ന് താഴോട്ടേക്കായിട്ട് 11 ഇഞ്ചിൽ ഞാനൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കിവിടെ വേസ്റ്റ് റൗണ്ട് 32 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ 4 ഭാഗം 8 ഇഞ്ച് എനിക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 8 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 9 ഇഞ്ച് കിട്ടുന്നത് എവിടെയാണോ അതേപോലെ വരച്ചെടുക്കാം. അപ്പോൾ കോൺ ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് 11 ഇഞ്ചിലാണ് ആ ഒരു 9 ഇഞ്ച് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് പാർട്ടിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്നും താഴോട്ടേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്തും കൂടി മാർക്ക് ചെയ്തെടുക്കാം. സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 30 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ചുറ്റിലും 30 ഇഞ്ച് ടേപ്പ് ഇതേപോലെ നീക്കി വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സീം അലവൻസ് 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ഭാഗത്തേക്കായിട്ട് 1 ഇഞ്ച് വീട്ടിൽ ഇതേപോലെ ഒരു പോയിൻറ്റും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിലും വരച്ചെടുക്കാം. ഇനി ഈ ഒരു സ്കേർട്ടിൻ്റെ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഫോൾഡഡ് സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ബോഡി പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് തുണി ഞാനിവിടെ 4 ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് എനിക്ക് 14 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 15 ഇഞ്ചിലാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മേൽഭാഗത്ത് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. താഴെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തതും ഒന്ന് വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ എനിക്കിവിടെ 14 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 7 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആം ഹോൾ ലെങ്ത്തും 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം. ഇനി ആം ഹോൾ കേവ് വരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ബോക്സിൻ്റെ കോർണറിൽ നിന്ന് 1.25 ഇഞ്ച് ഒരു സ്ലാൻഡിങ് ലൈൻ മേലോട്ടേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന മേൽഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. അത് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. ചെസ്റ്റ് ഇവിടെ 36 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ആം ഹോൾ കർവ് വരച്ചെടുക്കാം. ഫ്രീ ഹാൻഡായിട്ടും വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം. വേസ്റ്റ് റൗണ്ട് ഇവിടെ 30 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് ടക്സ് ഇടുന്നതിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്തു. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്തെ ഓപ്പൺ സൈഡിൽ 1 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കേർവ് ഷേപ്പിലാണ് വരച്ചെടുക്കുന്നത്. ഇനി ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 4 ഇഞ്ച് ഇതേപോലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നമുക്ക് ടക്സ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ടക്സിൻ്റെ ലെങ്ത്തും 4 ഇഞ്ച് തന്നെയാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 5.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഞാനൊരു ബോക്സ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് വി ഷേപ്പിലാണ് ഈ ഒരു നെക്ക് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു കേർവ് വി ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇത് ഞാൻ ക്യാൻവാസിലാണ് കട്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തു എന്ന് മാത്രം. ഇനി ബാക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് തന്നെയാണ്. ലെങ്ത്ത് 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതും ഇതേപോലെ ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുത്ത ശേഷം
അതിനകത്ത് യു ഷേപ്പിലാണ് ഈ ഒരു നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ആം ഹോൾ കേവ് 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് വരച്ചെടുക്കണം. അതിനുശേഷം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആക്കി എടുത്ത ശേഷം ആം ഹോൾ കർവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് വശത്തെ നെക്കും കട്ട് ചെയ്തെടുക്കാം. അപ്പം ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സ്ലീവ്സാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. സ്ലീവ്സിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 18 ഇഞ്ചിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 17 ഇഞ്ച് മതി. 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 18 ഇഞ്ചിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്ലീവ്സ് റൗണ്ട് താഴെ ഭാഗത്ത് 5.5 ഇഞ്ചും മേൽഭാഗത്ത് 6 ഇഞ്ചും ആയിട്ടാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവശത്തും ഒരു എക്സ്ട്രാ പീസ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബോർഡർ പോലെ. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഫ്രണ്ട് ഭാഗത്തെ നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിൽ വി നെക്കായിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു പീസിൽ ഫസ്റ്റ് സെൻട്രൽ ഭാഗം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വി ഷേപ്പിലുള്ള നെക്ക് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു തുണിയിൽ അയൺ ചെയ്ത് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് വശത്തായിട്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല വശത്ത് വെച്ചിട്ട് ഉൾവശത്തേക്ക് ക്യാൻവാസ് ഫോൾഡ് ചെയ്തിടുകയാണ് ചെയ്യാറ്. ഇതിപ്പോൾ ഉൾവശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്കാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു സൈഡ് വശത്തെ 1/2 ഇഞ്ച് തുണി നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഉൾവശത്ത് ആണ് ഈ ഒരു ക്യാൻവാസിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ ഫ്രണ്ട് ഭാഗത്തെ പീസിൻ്റെ ഉൾവശം എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ക്യാൻവാസിൽ അയൺ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് ക്യാൻവാസിൻ്റെ അരികുവശത്ത് കൂടി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഈ ഒരു സെൻട്രൽ ഭാഗത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഉൾവശത്ത് ക്യാൻവാസിൻ്റെ അരികുവശത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു 2 ടക്സ് നമ്മൾ മാർക്ക് ചെയ്തതും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഞാൻ ഇതിൻ്റെ ഈ ഒരു സെൻട്രൽ ഭാഗത്തെ പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ സൈഡ് വശത്തായിട്ട് ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ക്യാൻവാസിൻ്റെ പീസ് നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്തിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നല്ല വശത്തേക്ക് ക്യാൻവാസിൻ്റെ ആ ഒരു പീസ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികുവശത്ത് കൂടി ഒരു സ്റ്റിച്ച് പതിച്ച് കൊടുക്കണം. ഈ ഒരു അറ്റത്ത് കൂടിയും ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഈ ഒരു ക്യാൻവാസിൻ്റെ അരികുവശത്ത് കൂടി ആദ്യം നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു കോട്ട ലേസും കൂടി വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് ഞാനിവിടെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബാക്ക് സൈഡിൽ 2 ഡോറി കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തെ നെക്കും ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ 2 ഷോൾഡറും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്ക് നെക്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഫ്രണ്ട് നെക്കിനെ ഇതേപോലെ കവർ ചെയ്ത് വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഇതേപോലെ ഡോറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ്സും സ്കേർട്ട് പാർട്ടും ജോയിൻ ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്തേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്കേർട്ട് പീസ് എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്ത ശേഷം സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ബോഡി പാർട്ടിൻ്റെയും സ്കേർട്ട് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശത്ത് നമ്മൾ ബോർഡർ പോലെ 2 പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതല്ല സാധാരണ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അടിവശം 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ക്രീം കളറ് അജ്രക്കിൻ്റെ തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് ഒരു 4 ഇഞ്ച് വീതിയോളം കട്ട് ചെയ്തെടുത്ത് ഈ ഒരു അടിവശത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഈ ഒരു കുർത്തിയുടെ അടിവശത്തായിട്ട് രണ്ട് മെറ്റീരിയൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ക്രീം കളറിലുള്ള അജ്രക്കിൻ്റെ മെറ്റീരിയൽ 4 ഇഞ്ച് വീതിയിൽ, പിന്നെ നമ്മുടെ ആ ഒരു മെറൂൺ പീസും രണ്ട് ബോർഡർ പോലെ അതിൻ്റെ മേലെയും താഴെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇതേ പാറ്റേൺ തന്നെ നമ്മൾ സ്ലീവ്സിൻ്റെ അടിവശത്തും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രീം കളർ അജ്രക്കിൻ്റെ മെറ്റീരിയൽ 4 അല്ലെങ്കിൽ 4.5 ഇഞ്ച് വീതിയിൽ, പിന്നെ താഴെ ഭാഗത്ത് 2 ഇഞ്ച് വീതിയിൽ മെറൂൺ പീസ് കൊടുത്തിട്ടുണ്ട്. മേൽഭാഗത്ത് 1 ഇഞ്ച് വീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള ഗ്യാപ്പും 1 ഇഞ്ച് വീതമാണ് കൊടുത്തിട്ടുള്ളത്. അതല്ല നിങ്ങൾക്ക് തമ്മിൽ ചേർത്ത് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു നേവി ബ്ലൂവിൻ്റെ കളർ കുറച്ചും കൂടി പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സിൽ ഇതേപോലെ ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മെറൂണ് പീസ് മേലെയും താഴെയും സെൻട്രൽ ഭാഗത്ത് ആ ഒരു ക്രീം കളർ അജ്രക്കിൻ്റെ പീസും വെച്ച് ചേർത്ത് വെച്ചിട്ടാണ് ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു കുർത്തിയുടെ രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലീവ്സ് മുതൽ താഴെ വരെ അളവ് നോക്കി കറക്റ്റാക്കി എടുത്ത ശേഷം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവ്സിൻ്റെ അടിവശത്തും താഴെ ഭാഗത്തും ഇതേപോലെ നമുക്ക് വേറൊരു കളറിലുള്ള മെറ്റീരിയൽ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു നെക്ക് ഭാഗത്തും പിന്നെ നമ്മുടെ ഈ ഒരു യോക്ക് അതായത് ചെസ്റ്റ് പോർഷനിലും ബീഡ്സ് വർക്കോ അല്ലെങ്കിൽ മിറർ വർക്കും കൂടി ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതൊരു പാർട്ടി വെയർ ആയിട്ടുള്ള കുർത്തിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടിവശം ഞാൻ ഇതേപോലെ വീതിയിലുള്ള ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അജ്രക്കിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം തിക്നെസ് ഉള്ള തുണി തന്നെയാണ്. ബാക്ക് സൈഡിൽ ഇതേപോലെയാണ് നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഡോറിയും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു അംബ്രല ടൈപ്പ് കുർത്തി പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ നോർമൽ ടൈപ്പായിട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു കുർത്തിയുടെ നെക്ക് ഭാഗത്ത് ആ ഒരു വി ഷേപ്പിലുള്ളതിൽ കംപ്ലീറ്റ് ഞാൻ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് പോർഷനിൽ ആ ഫ്ലവറിലും ഇതേപോലെ ആ ഒരു ഫ്ലവറിൻ്റെ അതേ ഡിസൈനിൽ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാർട്ടി വെയർ ലുക്ക് തന്നെ നമുക്ക് ഈ ഒരു കുർത്തിക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.